ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സയൻസ് ആണ്. 6ാമത്തെ യൂണിറ്റ് സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജത്തിൻ്റെ സ്രോതസ്സുകൾ. ഈ ഒരു പാഠഭാഗത്തിൻ്റെ ലേറ്റസ്റ്റ് എസ്എസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ലേറ്റസ്റ്റ് എസ്എസിലേക്ക് പോവാം. എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി, അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ കളിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്കൂൾ ബാഗ് എടുത്ത് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ എബിലിറ്റി, ആ ഒരു കഴിവ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? എനർജിയിൽ നിന്നാണ്, അല്ലേ? നിങ്ങൾ കുറേ ഗ്രൗണ്ടിലൊക്കെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ വല്ലാണ്ട് ക്ഷീണിക്കില്ലേ? അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു റൗണ്ട് കൂടി ഓടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മുടെ എനർജി അവിടെ തീർന്നു, അല്ലേ? ഇല്ലാണ്ടായി. അപ്പോൾ ആ എബിലിറ്റി, ഒരു വർക്ക് ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയാം. നമുക്കതിനെ കാണാനോ തൊടാനോ ഒന്നും പറ്റില്ല, പക്ഷേ ഏതൊരു ആക്ഷൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം? എനർജി വേണം. ഇനി ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, ഇതൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. അതായത് അത് കത്തുമ്പോൾ അതിൽ നിന്ന് ചൂട് പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ അടുപ്പുണ്ടാവും. ആ അടുപ്പിൽ തീ കത്തുമ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ, കൈയൊന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചൂട് തോന്നും, അല്ലേ? അത് എന്തുകൊണ്ടാണ്? ആ ഒരു ഗ്യാസ് കത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വിറക് കത്തുമ്പോൾ അതിൽ നിന്ന് ചൂട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിറക്, അല്ലെങ്കിൽ റോസിൻ, മണ്ണെണ്ണ, LPG, അതിനൊക്കെ നമുക്ക് എന്ത് പറയാം? അതിനൊക്കെ നമുക്ക് ഫ്യൂവൽസ് എന്ന് പറയാം. ഫോസിൽ ഫ്യൂവൽ എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോം ഫ്രം ദി റിമെയിൻസ് ഓഫ് ലിവിങ് ഓർഗാനിസം ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ എർത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. സോഴ്സസ്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണ്ണിൽ ജീവിച്ചിരുന്ന ഈ ഡിനോസറുകളൊക്കെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം, അല്ലേ? ലിവിങ് ഓർഗാനിസം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എർത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള മൃഗങ്ങളുടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓർഗാനിസമിൻ്റെ ഡെഡ് റിമെയിൻസിൽ നിന്ന്, അതിൻ്റെ ശവശരീരങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന ഫ്യൂവലിനെയാണ് എന്ത് പറയുന്നത്? ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് നോൺ റിന്യൂവബിൾ റിസോഴ്സാണ്. നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പിന്നീട് നമുക്ക് റിന്യൂ ചെയ്തെടുക്കാൻ, വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഡാമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അവിടെയൊക്കെ എന്താണ്? ഇലക്ട്രിസിറ്റിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ is generated using the energy present in the water stored in the dam. ഇങ്ങനെ ഡാമിൽ കെട്ടി നിർത്തിയ വെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയെ, വൈദ്യുതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. കേട്ടോ? നമുക്ക് ലേറ്റസ്റ്റ് SS ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി കാറ്റഗറൈസ് ദി ഫോളോയിങ് ഐറ്റംസ് ഇൻടു അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സ്. ഗിവ് ദ റീസൺ ഫോർ കാറ്റഗറൈസിങ് ദം. ഇവിടെ താഴെ പെട്രോൾ, കോൾ, സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് അപ്രോപ്രിയേറ്റ് ഗ്രൂപ്പ്സിലേക്ക്, ഏത് ഗ്രൂപ്പിലേക്കാണോ തരംതിരിക്കാൻ പറ്റുന്നത് അങ്ങനെ തരംതിരിക്കാൻ പറയുന്നുണ്ട്. അതിനുള്ള കാരണങ്ങളും കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാം? അതിന് റിന്യൂവബിൾ എനർജി റിസോഴ്സസും നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസും ആയിട്ട് തരംതിരിക്കാം. റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ്? നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന റിസോഴ്സസ് ഏതാണ്? സോളാർ എനർജി, അല്ലേ? നമ്മുടെ സൂര്യനിൽ നിന്നും കിട്ടുന്ന, നിങ്ങളുടെ വീട്ടിൽ സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സൂര്യൻ്റെ ആ ചൂടിൽ നിന്നാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ ഇലക്ട്രിസിറ്റി ഫ്രം വിൻഡ്. നിങ്ങൾ വിൻഡ് മില്ലൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഇങ്ങനെ വലിയൊരു പോളിൻ്റെ മുകളിൽ ഒരു ഫാൻ പോലെ നിന്ന് കറങ്ങുന്നുണ്ടാവും. നമ്മളെന്താണ് ഈ കോയമ്പത്തൂർ, തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനത്തെ വിൻഡ് മിൽസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെന്താണ്? അതിൽ കാറ്റ് ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതും റിന്യൂവബിൾ എനർജി സോഴ്സാണ്. നെക്സ്റ്റ് എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ. നമ്മുടെ ഡാമിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതും എന്ത് തന്നെയാണ്? റിന്യൂവബിൾ ആണ്, അല്ലേ? അടുത്ത മഴക്കാലം വരുമ്പോൾ വീണ്ടും ആ ഡാമിൽ വെള്ളം നിറയും, നമ്മൾ വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് റിന്യൂവബിൾ. ഈ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണ് തന്നതിൽ? പെട്രോള്, കോള്, ഡീസൽ. അത് എടുക്കുന്തോറും എന്താണ്? അത് ഇല്ലാണ്ടായി വരികയാണ്, അല്ലേ? അത് വീണ്ടും ഉണ്ടായി വരില്ല അവിടെ തന്നെ. നമ്മൾ പെട്രോളൊക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കും തോറും എന്താണ്? അതിൻ്റെ സ്രോതസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിസൊന്നും കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിന്യൂവബിൾ എനർജി? റിന്യൂവബിൾ എനർജി സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ് ഡ്യൂ ടു കൺസംഷൻ. നമ്മളത് ഉപയോഗിച്ചാലും അത് ഇല്ലാണ്ടാവില്ല. അങ്ങനത്തെ റിസോഴ്സസിനെയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ
ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലേ, വെള്ളം ഉപയോഗിച്ചിട്ട് സോളാർ എനർജി ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, സൂര്യൻ എല്ലാ ദിവസവും രാവിലെ ഉദിക്കും അല്ലേ. അപ്പോൾ ഈ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ ഈ സോളാർ പവർ നമുക്ക് എപ്പോഴും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സോളാർ എനർജി അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് അതൊക്കെ നമ്മൾ ഏതിൽ കൊടുത്തത്, അതൊക്കെ നമ്മൾ റിന്യൂവബിളിൽ കൊടുത്തത്. ഇനി നോൺ റിന്യൂവബിളിൽ നമ്മൾ കൊടുത്തത് പെട്രോളും കോളൊക്കെയാണ്. നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് എന്താണ്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഡിക്രീസസ് ആൻഡ് റൺസ് ഔട്ട് ബൈ കൺസംഷൻ. നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ എന്താണ് അളവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. പിന്നെ കുറേ ആയിക്കഴിഞ്ഞാൽ എന്താണ് അത് ഒട്ടും തന്നെ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോളിനെയും ഡീസലിനെയും പെട്രോളിനെയൊക്കെ നോൺ റിന്യൂവബിളിൽ കൊടുത്തത്. അവിടെ ഒരു കോൺസെപ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് അതാണ് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്രൂഡ് ഓയിൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഗ്യാസുലിൻ കിട്ടുന്നുണ്ട്, ബിറ്റ്മൻ കിട്ടുന്നുണ്ട്, ഡീസൽ, നാഫ്ത, കെറോസിൻ, LPG, പാരഫിൻ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്, പീപ്പിൾ സ്റ്റിൽ യൂസ് ഓപ്പൺ ഹേഴ്സ് ഡോണ്ട് ദേ, വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. സ്മോൾ പീസ് ഓഫ് ഡ്രൈഡ് വുഡ്, നമ്മൾ വലിയ വലിയ വിറകും കഷ്ണങ്ങളൊക്കെ അല്ലെ മരക്കഷ്ണങ്ങളൊക്കെ വെക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചുള്ളിക്കമ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ തീയൊക്കെ കത്തും അല്ലേ. പിന്നെന്താണ്, എയർ ഫ്ലോ ഷുഡ് ബി ദർ അല്ലേ, ശരിയായിട്ടുള്ള ഒരു വായു സഞ്ചാരം പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഇങ്ങനെയുള്ള അടുപ്പുകളൊക്കെ വെക്കുന്നത്. വെസൽ ഓഫ് സ്യൂട്ടബിൾ സൈസ് ടു ബി യൂസ്ഡ് അല്ലേ, നമ്മൾ ആ അടുപ്പുമ്പോൾ വെക്കാൻ പറ്റുന്ന ആ പാത്രം എത്രയാണോ അതിനനുസരിച്ചുള്ള പാത്രം വെക്കണം അല്ലേ. അല്ലാണ്ട് ചെറിയൊരു അടുപ്പും വെച്ചിട്ട് വലിയൊരു വട്ടായ അല്ലെ വലിയൊരു പാത്രം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് കുറേ സമയം എടുക്കും. അത് എന്താണെങ്കിലും അത് കുക്കായി വരാൻ. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളമാണ് വെക്കുന്നതിൽ, വെള്ളം തിളപ്പിക്കാനാണ് വെക്കുന്നതെങ്കിൽ ആ ഒരു അടുപ്പിൽ എത്രമാത്രം വെള്ളം നമുക്ക് വെക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രമാത്രം വലിയ പാത്രം നമുക്ക് വെക്കാൻ പറ്റും അത്രയേ വെക്കാൻ പാടുള്ളൂ. അതിനും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ഇരട്ടിപ്പണിയാവും. പ്രൊവിഷൻ ഫോർ എക്സോസ്റ്റിംഗ് സ്മോക്ക് ഷുഡ് ബി ദർ അല്ലേ. ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ അടുക്കളയുടെ ഉള്ളിലൊക്കെ എന്താണ് എക്സോസ്റ്റ് ഫാനുകളൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. അതെന്തിനാണ്, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ മീനൊക്കെ വർക്ക് അല്ലേ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എക്സോസ്റ്റ് ഫാൻ ഓണാക്കും. അതായത് അതിൻ്റെ ഉള്ളിൽ ആ കുമിഞ്ഞു കൂടുന്ന പുക അല്ലേ, പുക പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ എക്സോസ്റ്റ് ഫാൻ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അടുപ്പാണ് നമ്മൾ കത്തിക്കുന്നതെങ്കിലും എന്ത് വരും, പുക വരും അല്ലേ. അപ്പോൾ ആ പുക പുറത്ത് പോകാനുള്ള എക്സോസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ, ജനലുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെയുള്ള പ്രോപ്പറായിട്ടുള്ള എക്സോസ്റ്റ് മെത്തേഡ്സ് ഉണ്ടാവണം. ഒന്നെങ്കിൽ ജനലെങ്കിലും നമുക്ക് തുറന്നിടാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം ഇതുപോലെയുള്ള ഫാൻസൊക്കെ നമ്മൾ വെക്കണം എന്നാണ് പറയുന്നത്. ഫൈർവുഡ് സ്റ്റൗ ഷുഡ് ഹാവ് സഫീഷ്യൻറ്റ് ഇൻറ്റേർണൽ ഡയമീറ്റർ ടു ഫെസിലിറ്റേറ്റ് എയർ സർക്കുലേഷൻ. ഫൈർവുഡ് സ്റ്റൗവിന് എന്താണ്, അതിന് അത്യാവശ്യം ഡയമീറ്റർ ഇൻറ്റേർണൽ ഡയമീറ്റർ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, എയർ സർക്കുലേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വട്ടത്തിനെയാണ് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എത്രത്തോളം വട്ടത്തിലാണ് ഇരിക്കുന്നത് അല്ലെ, എത്രത്തോളം സ്ഥലമുണ്ട് നമ്മുടെ അടുപ്പിൽ, അതിനെയാണ് ഈ ഡയമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്